കണ്ണീർ പൂവിന്റെ കവളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്റെ മറന്നു എന്റെ ഇല്ല, അറിയാതെ ഇനി പാടില്ല. പാടിക്കൂ, അറിഞ്ഞൊക്കെ പാടിക്കൂ. പക്ഷെ രാധയെ കാണുമ്പോഴുള്ള പാട്ട് അത് വേണ്ട, അത് ആരോഗ്യത്തിന് ഹാനികരാ. മനസ്സിലായോ? യെസ്, ഇൻജൂറിയസ് ടു ഹെൽത്ത്. അതെ. ഇപ്പോ പാട്ട് നിർത്തണ്ട. പാടിത്തുടങ്ങാൻ പദങ്ങളില്ല, ആടിത്തുടങ്ങാൻ ചുവടുകളില്ല. മുഴക്കോല് ചിലർക്ക് ഗന്ധർവന്റെ ജന്മ കിട്ടിയിരിക്കുന്നത്. ആർക്കാ രാച്ചി? എന്റെ കെട്ടിയോന് ഈ രാച്ചി. അതിന് ഇത്ര പവറൊന്നും കാണിക്കണ്ട. ഞാൻ കുട്ടിയോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തോ? വയറ്റിപ്പഴപ്പിന് വേണ്ടിയാ മരപ്പണിക്ക് വരുന്നത്. പാട്ടിൽ ഇത്തിരി കമ്പൗണ്ടായി പോയിന്നല്ലാതെ ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല. എന്തിനാ എന്നെ ഇങ്ങനെ കളിയാക്കണേ? പ്ലീസ്, ജീവിച്ചു പോയിക്കോട്ടെ. വിളിക്കട്ടെ രാച്ചി? മുഴക്കോ? വേണ്ട, ഇനി അങ്ങനെ വിളിക്കണ്ട. പാവല്ലേ. പാവന നന്ദകിശോര നവനീത ചോര, നന്ദകിശോര തിരനീത ഭാമപദനി. പാലെപ്പിടി തിളച്ചു പോയല്ലോടി. നീ ഇവിടെ എന്തെടുക്കായിരുന്നു? നിനക്ക് എന്തടി പറ്റിയേ? 2 ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു, എല്ലാറ്റിനും ഒരു അശ്രദ്ധ. നീ ഇവിടെ ഒന്നല്ലേ? മാപ്പ് തരണം. ഇയാളെ ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ. തന്നിരിക്കുന്നു. എന്താ? മാപ്പ്. മാപ്പോ? മാപ്പല്ല, ആപ്പ്. ആപ്പ് ആപ്കി കസം കണ്ടിട്ടില്ലേ? കുഞ്ഞുട്ടേട്ടോ, ഓ മരുമോന് എവിടെയോ ഒരക്ഷര പശുക്ക് കാണുന്നുണ്ടാ. എടാ, അവന്റെ ഒരക്ഷരല്ലേ പശയിട്ടുള്ളൂ, നിന്റെ 3 അക്ഷരം പശ കിടക്കുക. 3 അക്ഷരം? കുരുത്തം. ഇതുപോലൊരാൾ എന്റെ വീടിന്റെ അടുത്തുണ്ട്. ചെവിയിൽ എപ്പോഴും ഒരു പൂ വെച്ചുണ്ടാവും, ചെമ്പരത്തിപ്പൂ. എടാ, നിന്റെ വീടിനടുത്തുള്ള ഒരാളെന്ന് പറയേണ്ട കാര്യമില്ല, നിന്റെ വീട്ടിലുള്ള ഒരാള് എന്ന് പറഞ്ഞാ പോരെ. അതാരാ? നിന്റെ അച്ഛൻ.